ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോ, പ്രിയരേ നാം എന്തു ഭാഗ്യമുള്ളോ. നാഥന്റെ കാൽച്ചുവടു നാൾ തോറും പിന്തുടരാൻ മാതൃകയായി താൻ, നല്ല മാതൃകയായി താൻ. നാഥന്റെ കാൽച്ചുവടു നാൾ തോറും പിന്തുടരാൻ മാതൃകയായി താൻ, നല്ല മാതൃകയായി താൻ. ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരും നാം എന്തു ഭാഗ്യമുള്ളോ, പ്രിയരേ നാം എന്തു ഭാഗ്യമുള്ളോ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പുറപ്പാട് പുസ്തകത്തിലെ 20-ാം അധ്യായം 3-ാം തിരുവചനം, ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചു. അതിന് തുടർച്ചയായിട്ട് നമ്മളൊരു കാര്യം കൂടെ ചിന്തിക്കുകയാണ്. അന്യദേവന്മാരുടെ പുറകെ പോയാൽ, അന്യദേവ ആരാധന നടത്തിയാൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നിരവധി മേഖലകളുണ്ട്. എങ്കിലും അതൊന്ന് ചെറുതായിട്ടൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ സമയപരിമിതി ഒരു അരമണിക്കൂറാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ഉൾക്കൊള്ളുന്ന രീതിയിൽ ഒന്ന് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബൈബിളിൽ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, കർത്താവിനെ മാത്രമേ ആരാധിക്കാവുള്ളൂ. ഒരു ക്രിസ്ത്യാനി എങ്ങനെ ജീവിക്കണമെന്ന് ബൈബിളിലുണ്ട്. ഇനി ചില വചനങ്ങൾ ചിലപ്പോഴെങ്കിലും ചിലർ വായിക്കുമ്പോൾ അവസാനത്തെ ഭാഗം മാത്രം പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പ്രത്യാശ കൊണ്ട് ഏറ്റുപറയുകയും ആ വചനം അങ്ങ് വിശ്വസിക്കുകയൊക്കെ ചെയ്യും. ഒരു വചനം വിശ്വസിക്കുമ്പോൾ ആ വചനത്തിൻ്റെ പൂർണ്ണത നമ്മളൊന്ന് തിരിച്ചറിഞ്ഞിട്ട് ഏറ്റുപറയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നതാണ് നല്ലത്. പുറപ്പാട് പുസ്തകത്തിലെ ഒരു വചനം ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അവസാന ഭാഗമേ അറിയത്തുള്ളൂ. 15-ാം അധ്യായത്തിൻ്റെ 26-ാം തിരുവചനം. അതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഇങ്ങനെയാണ്, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അപ്പോൾ ചിലർ പറയും, ഇതിങ്ങനെ പല പ്രാവശ്യം നിങ്ങൾ ആവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സൗഖ്യം കിട്ടും. എന്നാൽ ആ വചനം വായിക്കുമ്പോൾ ഒരു കാര്യം പിടികിട്ടും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കർത്താവ് എന്നെ സുഖപ്പെടുത്തുന്നത് എന്നുള്ളത് എഴുതി വച്ചിട്ടുണ്ട്. ഇതറിയാത്തത് കൊണ്ട് വർഷങ്ങളായിട്ട് ഈ വചനം വായിക്കുന്നുണ്ട്, പക്ഷേ സൗഖ്യം കിട്ടാതെ കിടക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ആ വചനം മൊത്തത്തിലൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 26. അവിടുന്ന് അവരെ പരീക്ഷിച്ചു, അവിടുന്ന് അരുളി ചെയ്തു, നീ നിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും. ശ്രദ്ധാപൂർവം ശ്രവിക്കണം കേട്ടോ. ഞാൻ ഇടയ്ക്ക് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. ചിലരൊക്കെ എന്നോട് ചിലപ്പോൾ ഓൺലൈൻ ധ്യാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ചോദിക്കാറുണ്ട്, ബ്രദറെ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുന്നതിനിടയ്ക്ക് ഇത് കേൾക്കാനൊരു ഇതാണ് എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ അവരടുത്ത് പറയും, ആ സമയത്ത് ജോലി ചെയ്യുന്നവരെ ധ്യാനത്തിൽ പങ്കെടുക്കണ്ട. കാര്യം എന്താണെന്നറിയാം, നമ്മൾ ജോലിയിൽ ശ്രദ്ധിക്കുമോ അതോ വചനത്തിൽ ശ്രദ്ധിക്കുമോ? ഒരിക്കലും നമുക്ക് വചനം ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. കാരണം ജോലിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആ ജോലി ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം പച്ചക്കറി അരിയുന്ന സമയത്താണ് നിങ്ങൾ വചനം കേൾക്കുന്നതെങ്കിൽ, മീൻ കണ്ടിക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന സമയത്താണ് നിങ്ങൾ അത് ചെയ്യുന്നതെങ്കിൽ എന്തു പറ്റും? വചനം നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് പേര് ശാപഗ്രസ്തമായി കിടപ്പുണ്ട്. അപ്പം ശ്രദ്ധാപൂർവം ശ്രവിക്കണമെന്ന് തന്നെ എഴുതി വയ്ക്കുന്ന, ശ്രദ്ധാപൂർവം കർത്താവിൻ്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ശ്രദ്ധാപൂർവം ശ്രവിക്കുകയും അവിടുത്തെ ദൃഷ്ടിയിൽ, അവിടുത്തെ നോട്ടത്തിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഞാൻ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളിലൊന്നും നിൻ്റെ മേൽ വരുത്തുകയില്ല. ഞാൻ നിന്നെ സുഖപ്പെടുന്ന കർത്താവാണ്. ഇതാണ് അതിൻ്റെ പൂർണ്ണത. അല്ല, ഈ ഞാൻ നിന്നെ സുഖപ്പെടുന്ന കർത്താവാണെന്ന് നിങ്ങൾ 1000 പ്രാവശ്യം എംബോസിഷൻ എഴുതുന്ന പോലെ എഴുതിയാലൊന്നും സൗഖ്യം കിട്ടത്തില്ല പ്രിയ സഹോദരങ്ങളെ. അവർ ചിലപ്പോൾ യൂട്യൂബിന് റീച്ച് കൂട്ടാനും ജനങ്ങളെ ഇങ്ങനെ പ്രീതിപ്പെടുത്താനും ഒക്കെ ആയിട്ട് പലതും കാണിച്ചു കൂട്ടും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കണക്ക് ഇതൊക്കെ പറയുന്നവരുടെ സമൂഹം ഇന്ന് 1-ാം പ്രമാണ ലംഘനത്തിലാണ്. അവർ പല ആഘോഷങ്ങളിലാണ്. അവർക്ക് ഓണാഘോഷവും ക്രിസ്മസ് ആഘോഷവും ഈസ്റ്റർ ആഘോഷവും മറ്റ് ഉത്സവങ്ങളും തിരുനാളുകളും ഇങ്ങനെ ഓരോന്നോരോന്ന് ആഘോഷിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ആഘോഷങ്ങളേ ഉള്ളൂ. ക്രിസ്മസ് ഈസ്റ്റർ ആഘോഷിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. യേശു ആരാന്നറിയാതെ ക്രിസ്മസ് ആഘോഷിച്ചിട്ട് എന്താ കാര്യം? യേശുവിൻ്റെ ഉത്ഥാനത്തിൻ്റെ
മഹത്വം അറിയാതെ ഈസ്റ്റർ ആഘോഷിച്ചിട്ട് എന്താ കാര്യം? കുറച്ച് ഇറച്ചിയും മീനും കഴിക്കാവുന്നതല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. അപ്പം ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടി സത്യത്തെ മറച്ചു വെച്ച് പല മേഖലകളിലും വിജയം കൊയ്യാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. കർത്താവ് അധിക നാളൊന്നും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചിട്ടില്ല, വചനപ്രകാരമാണെങ്കിൽ. അതുകൊണ്ട് ഈ കെണിയിലൊന്നും പോയി വീണേക്കരുത്. അപ്പോൾ ഇവിടെ എഴുതി വെച്ചത് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുക. ശ്രദ്ധാപൂർവ്വം ശ്രവിക്കണം, കർത്താവിൻ്റെ നോട്ടത്തിൽ ശരിയായത് പ്രവർത്തിക്കണം. അവിടുത്തെ ഞാൻ മുമ്പ് ഒരു ആൾ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുക. ഞാൻ പറയാൻ തമാശയായിട്ടൊന്നുമല്ല, അല്ലെ ചുമ്മാ പറയുന്ന കാര്യമല്ല. പുകവലിക്കുന്നൊരു മനുഷ്യൻ ബൈബിൾ വായിക്കുമ്പോഴും പുകവലിച്ചുകൊണ്ടിരിക്കുന്നു, എങ്ങനെ ഇരിക്കും? ആ വ്യക്തി പറയാൻ എനിക്ക് പുകവലി ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. പക്ഷേ എനിക്ക് ബൈബിൾ ഉപേക്ഷിക്കാനും പറ്റില്ല. ബൈബിൾ ആർക്കും വായിക്കാവുന്നേ, ആർക്കും എഴുതാം. ചിലർക്ക് സമ്പൂർണ്ണ ബൈബിൾ എഴുതുന്നവരുണ്ട്. എഴുതാതിരിക്കുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ ഇതിനകത്ത് എഴുതി വെച്ചതുപോലെ ജീവിക്കുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞ് ഞാൻ ഉൾപ്പെടെ പറയുകയാണ്, ഇതിൽ എഴുതി വെച്ചേക്കുന്ന പോലെ ജീവിക്കുന്നില്ലെങ്കിൽ പാപവും ചെയ്യും, വായിക്കുകയും ചെയ്യും. എന്നാൽ ഓരോ വചനവും എന്നെ വിശുദ്ധിയിലേക്ക് നയിക്കാൻ കർത്താവ് രേഖപ്പെടുത്തി എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതുകൊണ്ടാണ് ഈ അന്യദേവ ആരാധന നടത്തുന്ന ഒരാൾ ബൈബിൾ ചുമ്മാ വായിച്ചു പോയാൽ ചുമ്മാ വായിച്ചു പോവാം. ചിലപ്പം ഇടവകയെന്നോ അല്ലെങ്കിൽ എവിടുന്നെങ്കിലുമൊക്കെ അവാർഡും കിട്ടും അവർക്ക്. പക്ഷെ നമുക്ക് അവാർഡല്ല വേണ്ടത്, നമുക്ക് കർത്താവിൻ്റെ അംഗീകാരമാണ് വേണ്ടത്. കർത്താവ് എല്ലാം നോക്കിയിട്ട് പറയണം, മകനെ മകളെ നീ ശരിയായത് എൻ്റെ ദൃഷ്ടിയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്, എൻ്റെ വചനം വള്ളി പുള്ളി തെറ്റാതെ ജീവിച്ച വ്യക്തിയാണെന്ന് കർത്താവ് നമ്മൾ നോക്കി പറയണം. ഇവിടെ പറയുകയാണ്, ദൃഷ്ടിയിൽ ശരിയായത് പ്രവർത്തിക്കുകയും അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുകയും ചട്ടങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഈജിപ്തുകാരുടെ മേൽ വരുത്തിയ മഹാമാരികളൊന്നും നിൻ്റെ മേൽ വരുത്തുകയില്ല. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ഒരു രോഗപീഠ, പകർച്ചവ്യാധി, മഹാമാരി, ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞാണ്, അർബുദം, ട്യൂമർ, ഡൈവോഴ്സ്, ആത്മഹത്യകൾ, കടബാധകൾ, മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഭിന്നിപ്പുകൾ, അതോടൊപ്പം തന്നെ മക്കളില്ലാത്ത അവസ്ഥ, ക്യാൻസർ, പാരമ്പര്യ രോഗങ്ങൾ, ഇതൊക്കെ വരുന്നവർ ശ്രദ്ധിച്ചോണം. ഈജിപ്തുകാരുടെ മേൽ ഇതെല്ലാം വന്നിരുന്നു, അതെൻ്റെ മേൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് വചനം കേട്ടു, പക്ഷെ ശ്രദ്ധയോടെ കേട്ടില്ല. ജീവിക്കുന്നുണ്ട്, കർത്താവ് പറഞ്ഞ പോലെ ശരിയായ രീതിയിലല്ല ജീവിക്കുന്നത്, കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുന്നതുമില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു തകർച്ചയിൽ കിടന്ന എന്നെ കർത്താവിന് സുഖപ്പെടുത്താൻ പറ്റൂ. അപ്പോൾ അതെപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം മത്തായി സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. 13-ാം അധ്യായത്തിൽ അവിടെ വചനത്തെക്കുറിച്ചൊക്കെ പറയുന്ന ഒരു ഭാഗത്ത് വിതയ്ക്കാരൻ ഉമയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പറയുമ്പം ഒരു കാര്യം പറയുന്നുണ്ട്. 13-ാം അധ്യായത്തിൻ്റെ 14 തിരുവചനം പ്രവാചകന്മാരുടെ അരുളിച്ച വാക്കുകളാണ്. 3 കാലഘട്ടങ്ങളിലും, പഴയ നിയമത്തിലുണ്ട്, പുതിയ നിയമത്തിലുണ്ട്, അപ്പസ്തോല പ്രവർത്തനങ്ങളിലെല്ലാം ഇതുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. 14-ാം തിരുവചനം 13-14 വേഗം വായിച്ചു പോകാം, നമുക്ക് മറ്റ് വിഷയങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. യെശയ്യായുടെ പ്രവചനം അവരിൽ പൂർത്തിയായിരിക്കുന്നു. നിങ്ങൾ തീർച്ചയായും കേൾക്കും, എന്നാൽ മനസ്സിലാക്കുകയില്ല. നിങ്ങൾ തീർച്ചയായും കാണും, എന്നാൽ ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കണ്ട്, കാതുകൊണ്ട് കേട്ട്, ഹൃദയം കൊണ്ട് മനസ്സിലാക്കി മാനസാന്തരപ്പെടുകയും ഞാൻ അവരെ സുഖപ്പെടുത്തുകയും ചെയ്യുക അസാധ്യമാകുമാറ് ഈ ജനതയുടെ ഹൃദയം കഠിനമായി തീർന്നിരിക്കുന്നു. ചെവിയുടെ കേൾവി മന്ദീഭവിച്ചിരിക്കുന്നു, കണ്ണ് അവർ അടച്ചു കളഞ്ഞിരിക്കുന്നു. കണ്ടോ, ഇവിടെ കർത്താവ് പറയുകയാണ്, എനിക്കവരെ സുഖപ്പെടുത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് അസാധ്യമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് നമ്മൾ പറയുമ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് അസാധ്യം? ദൈവത്തിൻ്റെ കുഴപ്പം കൊണ്ടല്ല, കഴിവ് കുറവുകൊണ്ടല്ല, ശക്തിക്കുറവുകൊണ്ടല്ല, പിന്നെയോ ആ മനുഷ്യനെ സുഖപ്പെടുത്താൻ കർത്താവിന് പറ്റാത്തതിൻ്റെ കാരണം കർത്താവ് ആ മനുഷ്യനോട് കർത്താവ് പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കാനോ അനുസരിക്കാനോ അതുപോലെ ജീവിക്കാനോ തയ്യാറായില്ല. ഒരു ചോദ്യം ഇന്ന് ലോകത്തിലുണ്ട്, ഇത്രയും ധ്യാനം കൂടിയിട്ടും എന്തേ ഇന്ന് മനുഷ്യൻ ദുരിതം അനുഭവിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരുപാട് കേട്ടു പക്ഷെ ഒന്നും മനസ്സിലാക്കിയില്ല, ഒരുപാട് കണ്ടു ഒന്നും ഗ്രഹിച്ചില്ല. കഠിന ഹൃദയരായി ജീവിച്ച് ലോകത്തുള്ള എല്ലാ പ്രബോധനം കേൾക്കാൻ നമ്മൾ പോകരുത്. യൂട്യൂബിൽ ഒരുപാട് വചന ശുശ്രൂഷയുണ്ട്, ശരിയാണ്, നല്ലതാണ്. ക്രിസ്തുവിന് മഹത്വം കൊടുക്കുന്നതായിരിക്കണം അത്. അല്ലാതെ ഞാൻ ഓർക്കുന്നുണ്ട്, അന്യദേവ ആരാധന നടത്തുന്ന ഒരുപാട് പേരുന്ന ധ്യാനഗുരുക്കന്മാരാണ്. അന്യദേവ ആരാധന നടത്തുന്ന
നിരവധി പേരിന്ന് ശുശ്രൂഷകരാണ്. അവർ വേറെ പല കാര്യങ്ങളും, വിചിത്രമായ പല കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. കണ്ട ഒരു ധ്യാനഗുരുവിന് ലുക്കുണ്ട്, കാഷായ വസ്ത്രമൊക്കെ ഇട്ടിട്ടായിരിക്കും നടക്കുന്നത്, അല്ലെങ്കിൽ വെള്ളയ്ക്ക് പകരം കാവി ഇടുന്നു, പല ടൈപ്പൊക്കെ ഇട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഞാൻ അവരെ വിധിക്കുന്നതൊന്നും അല്ല കേട്ടോ. ഒരു വെറൈറ്റി നമ്മളങ്ങ് ഉണ്ടാക്കി വെച്ചിരിക്കുക. ഈ വെറൈറ്റി ഉണ്ടാക്കി ആത്മീയ മേഖലയിൽ എന്തൊക്കെയാണെന്നുള്ളൊരു ധാരണ സൃഷ്ടിച്ച് വെച്ചിരിക്കുക. അതുകൊണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കളറ് കാണുമ്പോൾ, ലുക്ക് കാണുമ്പോൾ ഇതെല്ലാം സ്പിരിച്വലാണെന്ന് ചിന്തിച്ച് പോകുന്ന ഒരു ജനത്തെ ഉണ്ടാക്കി വെച്ചു നമ്മൾ. അതുകൊണ്ട് എന്തു പറ്റി? തകർന്ന് തരിപ്പണം, ഓരോ ഇത്രയും ധ്യാനം ഉണ്ടായിട്ടും തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു ജനതയാണ് നമ്മൾ കാണുക. ധ്യാനിപ്പിക്കുന്നവരെല്ലാം സമ്പന്നരാകുന്നു, ധ്യാന കേന്ദ്രങ്ങളെല്ലാം ആസ്തികൾ വർദ്ധിപ്പിക്കുന്നു. പക്ഷേ പങ്കെടുക്കുന്നവരോ ദുരിതത്തിലും ദുഃഖത്തിലും എന്നും രോഗത്തിലും തകർച്ചയിലും കഴിയുന്നു. ഫരീസ്യരും നിയമജ്ഞരും അന്നത്തെ പ്രധാന പുരോഹിതന്മാരും സദുക്കാരുമെല്ലാം ഈ പണി തന്നെ അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. അതിനെ പൊളിക്കാനാണ് ഈശോ വന്നത്. അപ്പോൾ ഈശോയോട് അവർക്ക് അസൂയ തോന്നിയിട്ട് അവരെന്ത് ചെയ്യുന്നു? അവിടുത്തെ ക്രൂശിക്കാൻ തീരുമാനമെടുക്കുന്നു. പക്ഷേ ഈശോ മരിക്കാൻ തന്നെ വന്നത് തന്നെയാണ്. കാരണം യേശുക്രിസ്തു വന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാപം നമ്മളെ മോചിപ്പിക്കണമെങ്കിൽ അവിടുന്ന് കുരിശിൽ മരിക്കണം, രക്തം ചിന്തണം, നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കണം. അതുകൊണ്ട് തന്നെ കടന്നു വന്നതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ലോകത്തിലെ ഒരു ശുശ്രൂഷകനോ ധ്യാനഗുരുവിനോ നമുക്ക് ശരിയും തെറ്റും പറഞ്ഞു തരാൻ വിശ്വസ്തരായവർക്ക് പറ്റിയേക്കാം. പക്ഷേ ഒരു മനുഷ്യനും നമ്മുടെ പാപം ഏറ്റെടുക്കാൻ സാധ്യമല്ല. അത് യേശുക്രിസ്തുവിന് മാത്രമേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് ക്രിസ്തുവിനെ ശരിയായ രീതിയിൽ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതം പരാജയമാണ്. ഈ നിങ്ങളോട് വചനം പറയുന്ന ഞാൻ തന്നെയും അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചാൽ അത് എനിക്കൊരു അപകടമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യമായിട്ട് പറഞ്ഞത്. ഇനി നമുക്ക് അന്യദേവ ആരാധനയുടെ പരിണിത ഫലങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാം. ഒന്ന്, നാശം അവർക്ക് കടന്നു വരുന്നു. അവർ നാശത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചെയ്യുന്നവരുടെ ജീവിതത്തിൽ വലിയൊരു നാശം വരുന്നു. അതോടൊപ്പം തന്നെ ശാപം വരുന്നു. ബൈബിളിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. നിയമാവർത്തന പുസ്തകം 11:6, വഞ്ചിക്കപ്പെട്ടു വഴിതെറ്റി അന്യദേവന്മാരെ സേവിക്കുകയും അവരുടെ മുമ്പിൽ പ്രണമിക്കുകയും ചെയ്യാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാതെ ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നിങ്ങൾക്ക് അജ്ഞാതരായ അന്യദേവന്മാരെ പുറകെ പോയാൽ നിങ്ങൾക്ക് ശാപം. കണ്ടോ? എല്ലാവരും ശാപവിമുക്തിക്ക് വേണ്ടി ഓടി നടക്കുന്നവരുണ്ട്, ശാപമോചനം. പക്ഷെ ശാപം എങ്ങനെ വന്നു? വചനം അനുസരിക്കാത്തതുകൊണ്ട് വന്നു. അതോടൊപ്പം തന്നെ ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് വഞ്ചിക്കപ്പെട്ടു നിങ്ങൾ. അങ്ങനെ വഴിതെറ്റി അന്യദേവന്മാരെ സേവിച്ചു. ഇനി എന്ത് ചെയ്തു? അവരെ മുമ്പിൽ പോയി പ്രണമിച്ചു. കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാതെ അന്യദേവന്മാരെ പുറകെ പോയി. അപ്പൻ അന്യദേവ ആരാധന നടത്തുകയാണെങ്കിൽ, ക്രിസ്തുവിൽ വിശ്വസിക്കാതെ മറ്റെല്ലാ വിശ്വാസം ഒന്നാണെന്ന് കരുതിയാണെങ്കിൽ മക്കളെ അതിലേക്ക് കൊണ്ടുപോകും. ഞാനൊരു കാര്യം തീർത്ത് നിങ്ങളടുത്ത് പറയാം. കുട്ടിക്കാലങ്ങളിൽ മക്കളെ വാഹനത്തിനകത്ത് ഇരുത്തിയോ, ചില ബൈക്കിനകത്തായിരിക്കും, ബൈക്കിലോ കാറിലോ ഒക്കെ അടുത്തുള്ള മറ്റൊരു അന്യദേവ ആരാധനാലയത്തിൽ ഒരു പരിപാടിക്ക് കൊണ്ടുപോയി. പല മതവിഭാഗങ്ങളും നമുക്ക് ചുറ്റുമുണ്ട്. അവിടെ കൊണ്ടുപോകുമ്പോൾ അപ്പം ചിലപ്പോൾ ഒരു വിശാല മനസ്സും സുഹൃത്തുക്കൾ വിളിച്ചുകൊണ്ട് പോയതായിരിക്കാം. കഴിഞ്ഞ ആഴ്ചയിലെ ക്ലാസ്സിൽ ഞാനത് പറഞ്ഞിരുന്നു. അങ്ങനെ പോകുമ്പോൾ ഈ കുട്ടിയും കൂടെ ചെല്ലുകയാണ്. അവിടുത്തെ ആരാധനാപരമായി വരുന്ന ബലിയർപ്പണത്തിലും അവരുടെ പ്രാർത്ഥനകളിലും യാഗങ്ങളിലും ഹോമങ്ങളിലും ഒക്കെ നടക്കുന്ന, അല്ലെങ്കിൽ പ്രാർത്ഥനകൾ നടക്കുന്ന, അവരുടേതായ രീതികൾ നടക്കുന്ന ഒരു അരൂപിയുടെ പ്രവർത്തനം ഈ കുഞ്ഞിലേക്കും അത് വ്യാപിക്കും. ഈ കുഞ്ഞിനെ ഈ കുഞ്ഞ് വളർന്നതിനൊപ്പം തന്നെ അരൂപിയുടെ പ്രവർത്തനം ആ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് വന്ന് കിടക്കുക. കാലക്രമേണ വലുതായി കഴിയുമ്പോൾ പിശാച് അന്യദേവ ആരാധനയിലേക്കും ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത മേഖലകളിലേക്കും ഈ കുട്ടികളെ കൊണ്ടുവന്ന് എത്തിക്കും. അപ്പോൾ അന്യവിഭാഗത്തിൽപ്പെട്ടവർ വിവാഹം കഴിക്കാൻ തുടങ്ങും, അവരുടെ കൂടെ ഉള്ള രീതിയിലേക്ക് പോകാൻ തുടങ്ങും. അപ്പോൾ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇതൊന്ന് അറിഞ്ഞും കൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് എന്ന് പറയുകയാണ്. പുറപ്പാട് പുസ്തകം 23:13 കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധ വയ്ക്കണം. അന്യദേവന്മാരുടെ നാമം സ്മരിക്കരുത്. സത്യം പറഞ്ഞ ഒരു ആഘോഷത്തിൻ്റെ പേര് പോലും പറയാൻ പാടില്ലാത്ത,
അന്യദേവന്മാരുടെ നാമം സ്മരിക്കരുത്. അവ ഓർക്കുക. അത് നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാനിടയാവരുത്. കണ്ടോ, ഒരു അന്യദേവൻ്റെ പേര് പോലും നിങ്ങളുടെ നാവിൽ നിന്ന് കേൾക്കാനിടയാവരുത്. നീ അവരുടെ ദേവന്മാരെ കുമ്പിടുകയോ, ഇങ്ങനെ വണങ്ങത്തില്ല, കുമ്പിടുക, ആരാധിക്കുകയോ ചെയ്യരുത്. അവരുടെ ആചാരങ്ങൾ അനുകരിക്കരുത്. കണ്ടോ, ആചാരങ്ങൾ അനുകരിക്കരുത്. അവരാരാധനയ്ക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനവും നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാൻ പാടില്ല. ക്രിസ്ത്യാനിയുടേതായ ആരാധനാ രീതികളുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു അന്യദേവ ആരാധനാ സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഓരോ കാര്യങ്ങൾ, ഇപ്പം നമ്മൾ നിലവിളക്കിൻ്റെ അരിയൊക്കെ എടുത്ത് അത് തന്നെ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ നമ്മുടെ ആരാധനയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ചിലരെ സംബന്ധിച്ചോളം അത് അവർ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതിൻ്റെ വിളക്ക് കത്തിക്കുന്ന ഭാഗം എന്താണെന്നും അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു ലിംഗത്തിൻ്റെ പോലെയുള്ള ഒരു ഭാഗമുണ്ട്, മറ്റൊരു ലിംഗവുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് ഇത് കിടക്കുക. അപ്പോൾ ഒരു സംഭോഗത്തെയാണ്, ഒരു ആരാധനയാണ് കാണിക്കുന്നത്. അതിനെയാണ് വെളിപാട് പുസ്തകത്തിൽ വ്യഭിചാരം എന്ന് പറഞ്ഞു വച്ചിരിക്കുന്നത്. ഇത് വ്യക്തമായിട്ടുള്ളതാണ് ബൈബിളിൽ. പക്ഷേ അത് അന്യദേവ ആരാധനയിൽ അവർക്കുണ്ട്. ഈ പലരും ചെയ്യുന്നത് എന്താണെന്നറിയാമോ, ഈ സംഭോഗം ഇപ്പോൾ കുരിശുമായിട്ടാണ്. ഇപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യും, ഈ ലിംഗത്തിൻ്റെ ഭാഗം എടുത്ത് മാറ്റിയിട്ട് കുരിശ് അവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കും. കുരിശ് അവിടെ വെച്ചെന്നും പറഞ്ഞ് ആ വസ്തു ക്രിസ്തീയ ആരാധനയ്ക്ക് ഉപയോഗിക്കാമെന്ന് എന്താ അതിന് അർത്ഥമുള്ളത്? ഉടനെ അതിന് കുറേ വ്യാഖ്യാനവുമായിട്ട് കുറേ പേര് നടക്കുന്നുണ്ട്. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്. അവിടെ പറയുകയാണ്, അവരെ ആചാരങ്ങൾ അനുകരിക്കരുത്. ചില വിളക്കുകൾ പോലും കത്തിക്കുന്ന ചില പ്രാർത്ഥനാ രീതികളുണ്ട്, കൈപിടിക്കേണ്ട രീതികളുണ്ട്. നമ്മൾ ദൈവത്തിന് മുമ്പിൽ എങ്ങനെ നിൽക്കണമെന്നും മറ്റുള്ളവർ നിൽക്കുന്നത് കണ്ട് കോപ്പി അടിച്ച് നിൽക്കണമെന്ന് ബൈബിളിൽ ഇല്ല. കർത്താവ് പറഞ്ഞേക്ക് റൂട്ടുണ്ട്, ആ റൂട്ടിൽ പോകാൻ പറ്റുമെങ്കിൽ മാത്രമേ നമുക്ക് കർത്താവ് പറഞ്ഞ അനുഗ്രഹം കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള കണക്ക് ജീവിച്ചിട്ട് കർത്താവ് പറയും. അതുകൊണ്ടാണ് ഇന്ന് സഭകൾ തമ്മിലുള്ള പ്രശ്നം, റീത്തുകൾ തമ്മിലുള്ള പ്രശ്നം, സഭയ്ക്കകത്തുള്ള പ്രശ്നം, വിശ്വാസികൾക്കിടയിലുള്ള ഭിന്നത, അടി, ഇതെല്ലാം ബൈബിൾ പ്രകാരം പറഞ്ഞിട്ടുള്ളതാണോ? അല്ലല്ലോ. ഇത് പ്രാർത്ഥിച്ചാൽ മാറുന്നതല്ല. ഇത് ശരിയായ രീതിയിൽ വിശ്വാസത്തിലേക്ക് വന്നാലേ മാറത്തുള്ളൂ. പച്ചയ്ക്ക് തുറന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റാത്തത്, ഞാനിതൊക്കെ പറഞ്ഞത് കൊണ്ട് ചില ധ്യാന കേന്ദ്രങ്ങളിൽ നിന്ന് വരെ എന്നെ പുറത്താക്കാൻ രഹസ്യ നീക്കം നടത്തിയിട്ടുണ്ട്. അതിനുമുമ്പ് കർത്താവിനോട് പറഞ്ഞു, ഇവരിപ്രകാരം ജീവിക്കുന്നത്, അവിടെ നിന്ന് ഇറങ്ങി പോരാൻ പറഞ്ഞു. ഇത് പറയുമ്പോൾ ചിലപ്പോൾ ചിലർ പറയും, കത്തോലിക്ക പെന്തക്കോസ് പഠനം, ഇത് പെന്തക്കോസ് പഠനമല്ല. ബൈബിള് പെന്തക്കോസാണല്ലോ എഴുതിയത്. ബൈബിള് കർത്താവിൻ്റെ ദാസൻ എഴുതിയതാ, കർത്താവ് പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിച്ചതാ. അല്ലാതെ ഒരു സഭ എഴുതിയതല്ലല്ലോ അത്. സഭ അത് ക്രോഡീകരിച്ചെന്നേ ഉള്ളൂ. നമുക്ക് പുസ്തകം കൂടുതലുണ്ടല്ലോ. അവർക്ക് 66, നമുക്ക് 73 ഉണ്ട്. പുസ്തകം കൂടുതലുണ്ട് നമുക്ക്. പുസ്തകം കൂടുതൽ വല്ല ഉപകാരമുണ്ടോ? ജീവിതത്തിന് വ്യത്യാസം അങ്ങനെ ഇരിക്കുന്നു. മുന്നോട്ട് പോക്ക് അങ്ങനെയാണ്. നമ്മൾ വലിയ അഭിമാനത്തിനൊക്കെയാണ്, ഞങ്ങൾക്ക് ഇല്ല, അവർക്ക് 66 പുസ്തകമുള്ളൂ, ഞങ്ങൾക്ക് 73 ഉണ്ട്. 73 ഉണ്ടെങ്കിൽ 7 പുസ്തകങ്ങൾ അധികം ഉണ്ടെങ്കിൽ ആ അധികമുള്ള പുസ്തകത്തിനനുസരിച്ചെങ്കിലും ജീവിക്കണ്ടേ? തോപ്പിൻ്റെ പുസ്തകം അനുസരിച്ച് ജീവിക്കാതെ എന്താ? ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ട്? നമ്മൾ എല്ലാത്തിലും അഭിമാനമാണ്, നമുക്ക് മൊത്തം അഭിമാനമാണ്. അപമാനിക്കപ്പെട്ട് കിടക്കുക. ഇപ്പം അപമാനിക്കപ്പെട്ട് യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചവർ അന്ന് ചെയ്യുന്നതിനേക്കാൾ വലിയ ക്രൂരതയാണെന്ന് ബലിയർപ്പണത്തിൻ്റെ പേരിൽ. കാരണം അതിനകത്ത് കള്ളത്തരം കാണിച്ചതുകൊണ്ടാണ്. ബലിയർപ്പണം പണത്തിനുള്ളതാക്കി മാറ്റി, ശരിയായ ബലിയർപ്പണം എന്താണെന്ന് പോലും അറിയാതെ ജനത്തെ തെറ്റിദ്ധരിപ്പിച്ചു, തെറ്റു പഠിപ്പിച്ചു. പണത്തിനും പ്രശസ്തിക്കും വേണ്ടി പലതും കാണിച്ചു കൂട്ടിയപ്പോൾ കർത്താവ് വാളുമായിട്ട് ഇറങ്ങിയതാണ്. അത് ഫലം തരാത്തതെല്ലാം വെട്ടിത്തീരെറിയപ്പെടും. ചിലപ്പോൾ എന്നെ കേൾക്കുന്ന ഏതെങ്കിലും മെത്രാന്മാരോ വൈദികരോ നിങ്ങൾ ആരെങ്കിലും അയച്ചു കൊടുത്താലും അവരിതൊന്നും കേൾക്കത്തില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. കാരണം അവരിതൊന്നും കേൾക്കുന്ന പരിപാടിയേ ഇല്ല അവർക്ക്. ഭാഷാവൃത്തി സൂചിച്ചാൽ കളിയാക്കുന്നവരെ എനിക്കറിയാം. ആദിമസഭയിലെ അപ്പസ്തലന്മാർക്ക് ഭാഷാവരം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ അപ്പസ്തലന്മാർക്കോ തെറിഭാഷ അറിയാം, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഭാഷ അറിയാം, പക്ഷേ പരിശുദ്ധാത്മാവ് കൊടുത്ത സ്നേഹത്തിൻ്റെ ഭാഷാവരമില്ല, നഷ്ടപ്പെട്ടു പോയി. പ്രിയമുള്ളവരെ, നമ്മുടെ ഇടയിൽ നിന്ന്, കത്തോലിക്കൻ്റെ ഇടയിൽ നിന്ന് മാറിപ്പോണ്ടത് അന്യദേവ ആരാധനയാണ്.
അവസരങ്ങൾ നിഷേധിക്കുമെന്ന് പേടിച്ച് സത്യം വിളിച്ചു പറയാതെ ഇരിക്കുന്ന ഒരുപാട് ശുശ്രൂഷകരുണ്ട്. അവരെക്കുറിച്ച് ഇനിയുള്ള ക്ലാസ്സുകൾ വരുന്നുണ്ട് ഇടയ്ക്ക്. ആദ്യം നമുക്ക് അരി മേടിക്കാനുള്ള കാശ് തരുന്നതും നമ്മുടെ ജീവനെ നിലനിർത്തുന്നതും നമ്മളെ പരിപാലിക്കുന്നതും സ്വർഗസ്ഥനായ പിതാവാണെന്ന് മനസ്സിലാക്കണം, ഉറപ്പായിട്ടും വിശ്വസിക്കണം. അല്ലാതെ ഇവിടുത്തെ ഒരു സഭാ സംവിധാനമോ അധികാര പരിധികളോ വ്യക്തികളോ അല്ല ഇത് നമുക്ക് തരുന്നത്. നമ്മളെ തീറ്റിപ്പോറ്റുന്നത്, പക്ഷികളെ തീറ്റിപ്പോറ്റുന്ന, ജീവജാലങ്ങളെ തീറ്റിപ്പോറ്റുന്ന സ്വർഗസ്ഥനായ പിതാവ് അവരെക്കാൾ അധികമായി തീറ്റിപ്പോറ്റുന്നവനാണെന്നും പരിപാലിക്കുന്ന വചനത്തിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വിശ്വസിക്കുക. ആരും കർത്താവിൻ്റെ കൂടെ നിൽക്കുന്നവനെ ആരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ അത് പ്രിയമുള്ളവരെ പിശാചിൻ്റെ കൂട്ടർ മാത്രമേ ഉള്ളൂ. അവൻ ചുമ്മാ ഇരിക്കത്തില്ലെന്ന് ഉറപ്പാണ്. പക്ഷേ ദൈവമക്കൾ സത്യം അറിയാതെ ഇരുന്ന് നശിക്കുകയാണെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഒരു വിധി ദിവസം കർത്താവിന് മുമ്പ് നിൽക്കേണ്ടി വരുമ്പോൾ ഇത് എന്തുകൊണ്ട് അറിഞ്ഞില്ല എന്ന് ചോദിക്കുമ്പോൾ ബാക്കിയെല്ലാം നമുക്കറിയാമല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇതറിഞ്ഞില്ല? സമൂഹത്തിൽ നടക്കുന്ന ബാക്കി എല്ലാ കാര്യവും, സർക്കാരിൻ്റെ ആനുകൂല്യങ്ങളെക്കുറിച്ചറിയാം, റേഷൻ വരുന്നതിനെക്കുറിച്ചറിയാം, ഏതെങ്കിലും സൗജന്യമായ കാര്യങ്ങളെക്കുറിച്ച് പലതും അറിയാം. പക്ഷേ വചനം മാത്രം അറിഞ്ഞുകൂടാ. ചിലരോട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മൊബൈലിൽ അത് ചെയ്യാൻ അറിയത്തില്ല, ബാക്കിയെല്ലാം ചെയ്യാൻ അവർക്കറിയാം. മൊബൈലിൽ സിനിമ കാണാനറിയാം, സീരിയൽ കാണാനറിയാം, എല്ലാം അറിയാം. പക്ഷേ വചനം എടുത്ത് വായിക്കാനോ ഗൂഗിൾ മീറ്റിൽ ലിങ്ക് എടുക്കാനോ അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നാൽ അത് ദൈവവചനത്തിന് മെസ്സേജ് വായിച്ചു നോക്കാൻ അറിയത്തില്ല. നമ്മൾ പഠിക്കണമെന്നേ. പ്രായം ഒരുപാടുണ്ടെന്ന് പറഞ്ഞാലും പ്രായത്തേക്കാൾ അധികം കുഴപ്പമുള്ള സ്വഭാവമാണല്ലോ നമ്മുടെ ജീവിതത്തിലുള്ളത് മനുഷ്യൻ്റെ. അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വരാൻ തീരുമാനമെടുക്കണം. ഈ ക്ലാസ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് 28-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ ധ്യാനം ഉള്ളത് കൊണ്ട് നേരത്തെ തന്നെ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ വചനത്തിലേക്ക് കടന്നു വരാൻ തീരുമാനമെടുക്കാം. ഇനി മറ്റൊന്ന്, രോഗം വരുന്നു ചിലർക്ക്. രോഗങ്ങൾ അന്യദേവ ആരാധന നടത്തുന്നത് കൊണ്ട് ഒരുപാട് പേർക്ക് രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട്. അപ്പോൾ ഈ രോഗത്തിൽ നമുക്ക് മോചനം ആവശ്യമാണ്. അതുപോലെ മരണം നമ്മുടെ കുടുംബത്തിലേക്ക് വരും, ദൈവക്രോധം വരും, ദുരിതങ്ങൾ വരും. സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, സങ്കീർത്തനം 16:4 അവിടെ പറയുകയാണ്, അന്യദേവന്മാരെ അനുഗമിക്കുന്നവർ തങ്ങളുടെ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഓൾറെഡി അവർക്ക് ദുരിതമുണ്ട്, പിന്നെയോ അന്യദേവ ആരാധന നടക്കുന്നത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ദുരിതം വർദ്ധിപ്പിക്കുന്നു. ഞാൻ അവർക്ക് രക്തം കൊണ്ട് പാനീയബലി അർപ്പിക്കുകയില്ല എന്ന് വെച്ചാൽ ഈ ശരീരം മുറിച്ചും കൊണ്ടുള്ള ബലികളുണ്ട്, രക്തം കൊണ്ട് മൃഗങ്ങളെ കൊന്നുള്ള ബലികളുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഞാൻ അവരുടെ നാമം ഉച്ചരിക്കുകയില്ല. സങ്കീർത്തനം പറയുകയാണ്. ഇനി പ്രിയമുള്ളവരെ, ചില സ്ഥലങ്ങളിൽ നാശത്തിൻ്റെ ബന്ധനത്തിലുള്ള സ്ഥലമുണ്ട്. എനിക്കറിയാവുന്നൊരു സ്ഥലമുണ്ട്. അവിടെ ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ നാട്ടിൽ മനുഷ്യരെ നമ്മൾ സ്വാഭാവികമായിട്ട് നോക്കിയ നല്ല മനുഷ്യരാണ്, സ്നേഹമുള്ള മനുഷ്യർ, കുഴപ്പമൊന്നുമില്ല, സ്വാഭാവിക അവസ്ഥയിലുള്ള വലിയ കുഴപ്പമില്ലാത്ത മനുഷ്യർ. പക്ഷേ ഒരു വിശ്വാസ മേഖല മുഴുവൻ പോയി കിടക്കുക. അന്യദേവാര അവർ മന്ത്രവാദത്തിന് പോകുന്നതും പള്ളി രാവിലെ കുർബാനയെ പങ്കെടുത്തിട്ടാണ് ആ മന്ത്രവാദം ചെയ്യാൻ പോകുന്നത്, കൂടോത്രത്തിന് പോകുന്നത് പോലും. കാരണം അവർക്ക് പണ്ടേ കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യുമ്പോഴും പള്ളി പോയി പ്രാർത്ഥിച്ചിട്ട് വേണം പോകാനായിട്ട്. നടക്കുന്ന കാര്യമാണ്. ആ സ്ഥലത്തൊരു പ്രത്യേകത ഞാൻ കണ്ടിരിക്കുന്നത്, അവിടെ വേറെ മതത്തിലുള്ളവർ വന്നെങ്കിൽ അവരെ അനുകരിച്ചെന്ന് പറയാം. പക്ഷേ പൂർവികമായിട്ട് പിതാക്കന്മാരിൽ നിന്ന് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതി, 1 പത്രോസ് 1:18 പറയുന്നത് പോലെ ആ വ്യർത്ഥമായ ജീവിത രീതിയുടെ ബന്ധനങ്ങളും, പിന്നെ പൂർവിക മേഖലയിൽ നമുക്കറിയാം മറ്റ് മതവിഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. അവിടുത്തെ ഒരു പ്രശ്നമുള്ളത്, അവിടെ മാനസിക രോഗികൾ കൂടുതലാണ്, ഡൈവോഴ്സ് വിവാഹബന്ധം വേർപ്പെടുത്തിയവർ കൂടുതലാണ്, ജനിച്ച മക്കൾ പലതും ഓട്ടിസവും ബുദ്ധിമാന്ദ്യമുള്ള മക്കൾ നിരവധിയുണ്ട്, ചിലർക്ക് മക്കളില്ല. ഏറ്റവും കൂടുതൽ ദൈവവിളിയുള്ള ഒരു സ്ഥലമായിരുന്നു. പക്ഷേ പലരും വൈദികരാകാൻ പോയി പട്ടമൊക്കെ കിട്ടി 5-6 വർഷം കഴിയുമ്പോൾ, ചിലർ 10 വർഷം 15 വർഷം കഴിയുമ്പോൾ തിരിച്ചു പോരുന്നു. ഇല്ലെങ്കിൽ അവർ ഏതെങ്കിലും രീതിയിൽ ക്രമക്കേടുകളിൽ പെട്ടു പോകുന്നു. സന്യസ്തരും അങ്ങനെ തന്നെയാണ്. എന്നും വെട്ടും കുത്തും കൊലയും മറ്റു പ്രശ്നങ്ങൾ. യുവജനങ്ങൾ മുഴുവനും മയക്കുമരുന്നുകൾക്ക് അടിമകളായി മാറുന്നു. കുട്ടികളെല്ലാം വഴിതെറ്റി പോകുന്നു. മനുഷ്യരുടെ സംസാരത്തിന് പ്രത്യേകതയുള്ളത് തെറി വിളിച്ചും കൊണ്ടാണ് അവർ സംസാരിക്കുക.
മറ്റുള്ളവർക്കെതിരെ പെരുമാറുന്നു. പക്ഷെ പുറമേ നോക്കിയാൽ വലിയ സ്നേഹവും കാര്യവും. ഇടവകയിൽ ആഘോഷങ്ങൾക്ക് യാതൊരു കുറവുമില്ല. എല്ലാവരും സജീവമായിട്ട് എല്ലാ കുടുംബങ്ങളിൽപ്പെട്ടവരും പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ അവർ ആത്മീയ മേഖല കർത്താവ് പറഞ്ഞ പ്രകാരമുള്ള ഒരു ആത്മീയത അവിടെ ഇല്ല. അങ്ങനെ നാശകാരണമായി കിടക്കുന്ന ഒരു സ്ഥലം. അവരിടയിലേക്ക് ചെന്ന് ആരും തന്നെ പ്രവർത്തിക്കാൻ പലരും ശ്രമിക്കുമ്പോഴും ആ ചെല്ലുമ്പോഴൊക്കെ ഒരുപാട് എതിർപ്പുകൾ ഈ ഒരു മേഖലയിൽ പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പ്രിയമുള്ള ചില സ്ഥലങ്ങളുടെ മേലൊരു ക്രോധം അയക്കപ്പെട്ടിട്ടുണ്ട്. 2 ദിനവൃത്താന്തം 34 അധ്യായം 25. അവർ എന്നെ പരിത്യജിക്കുകയും അന്യദേവന്മാർക്ക് ധൂപം അർപ്പിക്കുകയും അങ്ങനെ തങ്ങളുടെ കരവേലകളാൽ എന്നെ പ്രകോപിപ്പിക്കുകയും ചെയ്തതിനാൽ ഈ സ്ഥലത്തിന്മേൽ എൻ്റെ ക്രോധം ഞാൻ ചൊരിയും, അത് ശമിക്കുകയില്ല. കണ്ടോ, ഈ സ്ഥലത്തിൻ്റെ മേൽ എൻ്റെ ക്രോധം ഞാൻ ചൊരിയും. എന്തുകൊണ്ടാണ്? അന്യദേവന്മാർക്ക് ബലിയർപ്പിച്ചു. ചില ആൾക്കാരുണ്ട്, അവർ പറയും ഞങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങളുടെ ആരാധനയിലേക്ക് പങ്കെടുക്കാൻ, നിങ്ങളുടെ ഉത്സവത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ തിരുനാളുകളിലോ നിങ്ങളുടെ പരിപാടിക്കോ ആഘോഷങ്ങൾക്കോ പങ്കെടുക്കാൻ ഞങ്ങൾ അങ്ങനെ പോയ ആൾക്കാർ എന്തു വിചാരിക്കും, അതുകൊണ്ട് ഞങ്ങളുടെ വകയായിട്ട് നിങ്ങളിത് കൊണ്ടുപോയിക്കും എന്നും പറഞ്ഞ് കൊടുത്തുവിടും. ധൂപം അർപ്പിക്കുക എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ കൊടുത്തുവിടുന്ന പരിപാടിയുണ്ട്. അങ്ങനെ കൊടുത്തുവിട്ട് എന്തു പറ്റും? നാശം മേടിക്കുന്ന മനുഷ്യരുണ്ട്. ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവർ മറ്റൊരു പ്രത്യേകതയാണ്, ഞങ്ങൾ അവരുടെ പരിപാടിക്കൊന്നും പോകുന്നില്ല, പക്ഷേ ഞങ്ങൾ അവിടെ പരിപാടി നടക്കുന്ന ആരാധന നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നില്ല, അതിനിപ്പുറത്ത് നിന്ന് എല്ലാ സഹായം ചെയ്തു കൊടുക്കും. ബൈബിൾ വചനമുണ്ട്. ജെറമ്യാ പ്രവചന പുസ്തകം 7 അധ്യായം 18. ആകാശരാജ്ഞിക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി, ആകാശരാജ്ഞി എന്ന് വെച്ചാൽ ആകാശത്തിലെ അതിന് അടുത്ത ക്ലാസ്സുകൾ നമ്മൾ വരുന്നുണ്ട്, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രം, അങ്ങനെയുള്ള ആകാശഗോളങ്ങളും അങ്ങനെ എന്ന് വെച്ചാൽ ആകാശ മേഖലകൾക്ക് സമർപ്പിക്കുന്നതിന് വേണ്ടി അങ്ങനെ അതിനൊരു ആരാധനയുണ്ട്. ഈ മഴ പെയ്യാൻ വേണ്ടി ആരാധന നടത്തുന്ന പോലെയൊക്കെയാണ് വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതേ ഉള്ളൂ. അപ്പം ചൂടാൻ കുഞ്ഞുങ്ങൾ വിറക് പറക്കുന്നു. അപ്പോൾ അവർ കുട്ടികളുടെ പരിപാടി എന്താ? ഈ സമർപ്പണത്തിൽ അവർ പങ്കെടുക്കുന്നില്ലായിരിക്കാം, പക്ഷേ എന്ത് ചെയ്യുന്നു? വിറക് പറക്കി കൊടുത്തു, നൈവേദ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിതാക്കന്മാർ തീ ഊതുന്നു. അപ്പോൾ പിള്ളേർ വിറക് കൊണ്ടു കൊടുത്തു, പിതാക്കന്മാർ ആ അടുപ്പേ വെച്ചിട്ട് തീ ഊതി. സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? മാവ് കുഴയ്ക്കുന്നു. കണ്ടോ? അപ്പം മാവ് കുഴച്ച് ആ മാവ് കൊണ്ടുണ്ടാക്കുന്ന അടുത്ത് പറയുകയാണ്, എന്നെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അവർ അന്യദേവന്മാർക്ക് പാനീയ നൈവേദ്യം ഒഴുക്കുന്നു. അപ്പം ഈ നൈവേദ്യം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? മാവ് കുഴയ്ക്കുന്നു. അതോടൊപ്പം തന്നെ വിറക് പിറക്കി തീ ഊതി. അപ്പോൾ അതിന് വേണ്ടുന്ന എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ചെയ്തു കൊടുക്കുക. ഞങ്ങൾ പ്രത്യക്ഷത്തിൽ അതിൽ പങ്കാളിയല്ല, പക്ഷെ പരോക്ഷമായിട്ട് ഞങ്ങൾ പലതും ചെയ്തുകൊണ്ടിരിക്കുക. ബൈബിൾ പ്രകാരം മുന്നോട്ട് പോയാൽ നമുക്ക് വലിയ അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, ഒരുപാട് മനുഷ്യർ അവർ വിശ്വസിച്ച വിശ്വാസങ്ങൾ പലതും വിട്ട് ക്രിസ്തുവാണ് ഏക ദൈവമെന്നും പറഞ്ഞ് ഈ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നവരുണ്ട്. പക്ഷെ അവർ മുമ്പ് ആരാധിച്ച ആരാധനാ രീതികളും പ്രവർത്തനങ്ങളും അന്യദേവ ആരാധനയും ആഘോഷങ്ങളും എല്ലാം വേണ്ടാന്ന് വെച്ച് അവർ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്ന പലരും ഈ അന്യദേവ ആരാധന പുറകെ പോകുന്നു. അങ്ങനെ അവരിന്ന് സൗഖ്യത്തിലേക്കും ക്രിസ്തുവിലേക്ക് വന്നവർ സൗഖ്യത്തിലേക്കും അനുഗ്രഹത്തിലേക്കും കൃപയിലേക്കും വന്നപ്പോൾ ക്രിസ്ത്യാനി ഇന്ന് അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയ ശാപങ്ങളിലേക്കും രോഗങ്ങളിലേക്കും തകർച്ചകളിലേക്കും ദുരിതങ്ങളിലേക്കും പോയി തകർന്ന് തരിപ്പണമായ ഒരു ജീവിതം നയിച്ച് ഓരോ ദിവസവും ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുന്ന പലരും നശിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ശരിയായൊരു ക്രിസ്ത്യാനിയായിട്ട് നമുക്ക് മാറാം. കർത്താവ് നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം നിങ്ങൾ എല്ലാവർക്കും പകർന്നു കൊടുക്കുക. നമ്മുടെ ഇനിയുള്ള ധ്യാനങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അടുത്ത ജാഗരണ പ്രാർത്ഥനയൊക്കെ എന്നാണെന്നുള്ളതും ഇനി നമ്മൾ ഒക്ടോബറിൽ വന്നു പോകുന്ന ഒരു ധ്യാനം കൂടി ക്രമീകരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അവധി ദിവസങ്ങളിലാണ്, അപ്പോൾ അത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പരിശുദ്ധമായൊരു ജീവൻ നയിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ. സ്വർഗീയപ്പ, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയെ മാത്രം ആരാധിക്കുവാനും അങ്ങ് പറയുന്നത് പോലെ മാത്രം ജീവിക്കുവാനും ദൈവവചനപ്രകാരം ജീവിക്കുവാനും ഞങ്ങളെ ഒരുക്കണമേ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മേൽ കുടികൊള്ളുന്ന
ശാപം, പാപം, രോഗം, ദുരിതം, തകർച്ചകൾ, പാരമ്പര്യ രോഗങ്ങൾ എല്ലാം എടുത്തു മാറ്റണമേ. ഈശോയെ, തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുള്ള എല്ലാ അന്ധകാര ശക്തികളെയും എടുത്തു മാറ്റണമേ. കർത്താവേ, അടുത്ത രക്തത്താൽ ഞങ്ങളിലുള്ള അന്യദേവ ആരാധന ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ആ രക്തത്തെ നിശേഷം മാറ്റി അങ്ങയുടെ പരിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങളുടെ ശരീരത്തെയും അവയവങ്ങളെയും ജീവിതത്തെയും നിറയ്ക്കണമേ, കഴുകി വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവെ, ശരിയും തെറ്റും തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദി. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. മിഖായേൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. അന്ധകാര ശക്തികളുമായിട്ടുള്ള ഈ പോരാട്ട മേഖലകളിൽ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന കാവൽ മാലാഖമാരെ, മിഖായേൽ, ഗബ്രിയേൽ, റഫേൽ ദൂതന്മാരെ ഞങ്ങളെ സഹായിക്കണമേ. സത്യം ഓരോ മക്കൾക്കും അറിയുവാൻ അവകാശപ്പെട്ടതാണ്. ക്രിസ്തു ആരാണെന്ന് അറിയുവാൻ തക്ക വിധം നിരവധി പേരെ യേശുവാകുന്ന സത്യത്തിലേക്ക്, യേശുവാകുന്ന ഏകരക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ ഞങ്ങൾ ഒരുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ സന്ദേശം നിങ്ങൾ ദയവായിട്ട് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ദുരിതങ്ങളിലും രോഗങ്ങളിലും തകർച്ചകളിലും പാരമ്പര്യ ബന്ധനങ്ങളും കഴിയുന്നവർ തിരിച്ചു വരട്ടെ, തിരിച്ചു വന്ന് അനുഗ്രഹം പ്രാപിക്കട്ടെ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ കർത്താവിൻ്റെ സ്വാതന്ത്ര്യം അവർ അനുഭവിക്കട്ടെ. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി അവർ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നവരാകട്ടെ. കർത്താവ് എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ ശുശ്രൂഷ പങ്കെടുത്തതിന് എല്ലാവർക്കും നന്ദി. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. ക്രിസ്തേശുനാഥന്റെ പാദങ്ങൾ പിന്തുടരുന്നു.